ഓഡിയോ എക്സ് AX2120 HD എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ ആണ്, ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്, ഓഡിയോ റിസീവർ ആണിത്. അപ്പോൾ നമുക്കൊരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, എനിക്ക് തോന്നുന്നൊരു 8000 രൂപയ്ക്ക് താഴെയുള്ളൊരു പ്രൈസ് റേഞ്ചിൽ നമുക്കിതൊരിക്കലും ചെയ്തെടുക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിർമ്മിച്ചെടുക്കാനായിട്ട് വളരെ പ്രയാസമായിരിക്കും. ഒപ്റ്റിക്കൽ കോആക്സിൽ ARC HDMI ARC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. കൂടാതെ തന്നെ 2 മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ബ്ലൂടൂത്ത്, USB എല്ലാ സെറ്റപ്പും ഉണ്ട്. FM ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കിതിനകത്ത് വരുന്നുണ്ട്. FM-ന് വേണ്ടി പ്രത്യേക ആൻറ്റിന നമുക്കിപ്പോൾ പുറകിൽ കൊടുക്കാനായിട്ട് സാധിക്കും, അതിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ 8000 രൂപയ്ക്ക് താഴെയുള്ളൊരു പ്രൈസ് റേഞ്ചിൽ ഇത് ഓക്കെയാണ്, അടിപൊളി ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വയറൊക്കെ തന്നിട്ടുണ്ട്. ഇത് FM-ൻ്റെ ആൻറ്റിനയ്ക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളൊരു വയറായിരിക്കണം. അപ്പോൾ എന്ത് തന്നെ ആയാലും നല്ലൊരു പ്രോഡക്റ്റാണ്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. എങ്കിൽ SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം, അവരുടെ നമ്പർ ഞാൻ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വില ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഒരു ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ലെങ്തി വീഡിയോ കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കാണാതിരിക്കാം. ഓക്കെ, വാങ്ങാവുന്ന നല്ലൊരു റെഡിമെയ്ഡ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് HDMI ARC ഒപ്റ്റിക്കൽ കോആക്സിലൊക്കെ നമുക്ക് വരുന്ന ഒരു കണക്ടിവിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ്. USB പെൻഡ്രൈവ് കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ബ്ലൂടൂത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. മെനു കണക്റ്റ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇത് മൈക്കിൻ്റെ ആണ്, എക്കോ വരുന്നുണ്ട്, ബാലൻസും എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു പ്രോഡക്റ്റാണിത്. മൈക്ക് 1 മൈക്ക് 2 വരുന്നുണ്ട്. ഹെഡ്ഫോൺ ഔട്ട്പുട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതൊരു പവർ ഓഫ് ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു AVRൻ്റെ, നമ്മളൊരു മിനി AVRൻ്റെ ലുക്കൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നത്. ഫിനിഷിങ് അടിപൊളിയാണ്, മെറ്റൽ ഫിനിഷിംഗ് ആണ്. ഇത് കാണുന്ന അക്രിലിക് അല്ല, അലുമിനിയം പാനലിൽ ആണ് അവർ ചെയ്തിട്ടുള്ളത്. ഓഡിയോ എക്സ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഇപ്പോൾ നല്ല രീതിയിൽ അവർ കൂട്ടി വരുന്നുണ്ട്. നേരത്തെ വന്നുകൊണ്ടിരുന്ന പ്രോഡക്റ്റിനെക്കാട്ടി കുറച്ചും കൂടെയൊക്കെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്, ലുക്ക് വൈസിൽ കൊണ്ടുവരുന്നുണ്ട്. നോബാണെങ്കിൽ പോലും അത് പ്ലാസ്റ്റിക് നോബല്ല, അത് മെറ്റൽ നോബാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല തന്നെയാണ്. പിന്നെ ഒരു വലിയ ഡിസ്പ്ലേ തന്നെ, അത്യാവശ്യം വലിയ ഡിസ്പ്ലേ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ സ്പെക്ട്രം അനലൈസറിൻ്റെ ഒരു സെക്ഷൻ കാണുന്നുണ്ട് ഇത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് നല്ല ഒരു റിമോട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, ഓഡിയോ എക്സ് G-Star പോലെ തന്നെയാണ്. G-Starകാരും നല്ല റിമോട്ടുകൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും നല്ല റിമോട്ട് കൊണ്ടുവരും. ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. ഇതിൻ്റെ കണ്ടില്ല, ആ ഒരു ലൈറ്റൊക്കെ കത്തുന്ന രീതിയിലാണ് വരുന്നത്. ഓൺ ഓഫ് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നല്ല റിമോട്ട്, നമുക്ക് റിമോട്ടിൻ്റെ കേസ് പിന്നെ പറയാം, കാര്യം റിമോട്ടിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പുറകു വശം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറകു വശം എടുക്കാം. പുറകു വശം വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന വാറൻറ്റി സീൽ ഇവിടെ വരുന്നുണ്ട്. ഈ നമ്മൾ തുറന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ സീൽ പൊട്ടിച്ചിട്ട് എന്തായാലും തുറക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വാറൻറ്റിക്ക് വേണ്ടി ഒരു സംഭവം വരുന്നുണ്ട്. ഇവിടെ വാറൻറ്റി ഉള്ള പ്രോഡക്റ്റാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ എത്ര നാൾ വാറൻറ്റി എന്നുള്ള കാര്യം എനിക്കറിയില്ല, കാര്യം ഞാനത് അന്വേഷിച്ചിട്ട് ഞാൻ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇതിന് എത്ര നാൾ വാറൻറ്റി ഉള്ളത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ് HDMI. ഇപ്പോൾ ഉള്ള എല്ലാ ആൾക്കാരും ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് HDMI വേണം എന്നുള്ളത്. അപ്പോൾ HDMI ARC സപ്പോർട്ടറാണ്, ഒപ്റ്റിക്കൽ വരുന്നുണ്ട്, കോആക്സിലും വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ നല്ലൊരു സംഭവം തന്നെയാണ് അതങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. പിന്നെ ഓക്സ് വരുന്നുണ്ട്. ഇത് ഓക്സ് ഇൻപുട്ടാണ് വരുന്നത്, ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട്. ഔട്ട്പുട്ട് സബ് വൂഫർ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് സബ് വൂഫറിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. 2 ആക്റ്റീവ് സബ് വൂഫർ നിങ്ങളുടെ കയ്യിൽ 2 ഉണ്ടെങ്കിൽ 2 കൊടുക്കാം, 1 ഒന്നിലും കൊടുക്കുന്ന രീതിയിലാണ് വരുന്നത്. കണ്ടില്ലേ, അപ്പോൾ സബ് വൂഫറിൻ്റെ ഔട്ട്പുട്ട് മാത്രമല്ല അതിൽ വരുന്നത്, ലെഫ്റ്റ് റൈറ്റ് നമ്മളെ ഈ ഒരു ആംപ്ലിഫയറിൽ
എങ്ങനെയാണോ സിഗ്നൽ കൊടുത്തൊരു പാട്ട് നമുക്ക് കേൾക്കുന്നത് ഇത് വഴി എങ്ങനെയാണോ പാട്ട് കേൾക്കുന്നത് അതുപോലെയുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് പ്രീ ഔട്ട് ആയിട്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് പ്രീ ഔട്ടായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് വേറൊരു ആംപ്ലിഫയറിൽ വേണമെങ്കിലും കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. കുറച്ചുകൂടെ പവർ കൂടിയ ആംപ്ലിഫയറിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ നല്ല ബനാന സോക്കറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റിയുള്ള ബനാന സോക്കറ്റ് തന്നെയാണ് വരുന്നത്. അതുപോലെയുള്ള 6 ബനാന സോക്കറ്റ് കാണാം. അതിന് ഇത് റൈറ്റ് ചാനൽ, ഇത് ലെഫ്റ്റ് ചാനൽ, ഇത് സബ് വൂഫർ ഇങ്ങനെയാണ് വരുന്നത്. റൈറ്റ് ചാനലിന് 50 വാട്ട്സ്, ലെഫ്റ്റ് ചാനലിന് 50 വാട്ട്സ്, സബ് വൂഫറിന് 100 വാട്ട്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട് നമുക്ക് വരുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു AC സോക്കറ്റും പിന്നെ വയറും കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഓവറോൾ അടിപൊളിയാണ്. കാര്യം സ്പ്രേ പെയിൻ്റ് ആയാലും എന്തായാലും നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്കൊരു കുറവായിട്ട് തോന്നിയത്, ഒരു കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം, ഈ RC സോക്കറ്റുകൾ അത്ര ക്വാളിറ്റി നിലവാരം പുലർത്തുന്നതല്ല. അത് ആദ്യമായിട്ടാണ് ഓഡിയോ എക്സിൽ ഇതുപോലത്തെ ഒരു ക്വാളിറ്റി നിലവാരം കുറഞ്ഞ RC സോക്കറ്റുകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യാണ് ഇത് ഒന്ന് കുറച്ചും കൂടെ ഒരു അല്പം ക്വാളിറ്റി. കാര്യം നമ്മളിങ്ങനെ കൈകൊണ്ട് അനക്കി അത് ചെറുതായിട്ട് അനങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്, കണ്ടില്ലേ? അത് ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം ഇതിൻ്റെ കേസിൽ. അത് മാത്രമാണ് എനിക്ക് ഓഡിയോ എക്സിൻ്റെ അടുത്ത്. ഇത് ഓഡിയോ എക്സ് കാണുന്നു, അവർ കാണാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഈ സോക്കറ്റുകൾ നല്ല കുറച്ചും കൂടെ ക്വാളിറ്റി കൊടുത്താൽ കൊള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ്, സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കൺസെപ്ഷനാണ് വരുന്നത്. പവർ കൺസെപ്ഷൻ 150 വാട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. ടോട്ടലി എൻ്റെ പവർ കൺസെപ്ഷനാണ്. പിന്നെ ഇൻപുട്ട് 110 തൊട്ട് 240 വോൾട്ട് 50 ഹെർട്സ് കൊടുക്കുക. 110 തൊട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ വരുന്നത് മോഡലാണ്. മോഡൽ അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ്. നല്ലൊരു രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഒരു ബ്രാൻഡ് എങ്ങനെയാണ്, ഒരു ബ്രാൻഡ് സെറ്റ് എങ്ങനെയാണോ പുറകു വശം വരുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് അവരിത് ചെയ്തിട്ടുള്ളത്. ഓഡിയോ എക്സ് എപ്പോഴും ബിൽഡ് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. ഇനി നമുക്ക് റിമോട്ടിലേക്ക് വരാം. റിമോട്ട് എന്ന് വെച്ചാൽ നല്ല നിലവാരം പുലർത്തുന്ന ഒരു ക്വാളിറ്റിയിലാണ് അവരിത് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ? എവിടെ നോക്കിയാലും ഒരു ബ്രാൻഡ്, ഒരു LGയുടെയൊക്കെ റിമോട്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു നല്ല കർവ് ഡിസൈനിലൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കയ്യിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കാനൊക്കെ ഒരു കുറച്ചും കൂടെ നല്ല രീതിയിലാണ് ഇത് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയർ ഈ ഒരു സ്വിച്ചിൽ ഓഫ് ചെയ്തെന്ന് വിചാരിച്ചോ, ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓണാക്കാനും ഓഫാക്കാനും നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക്, ഒരു 5 മിനിറ്റത്തേക്ക് പിന്നെ ആംപ്ലിഫയറിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടാവില്ല. കാര്യം ഒരു ലാസ്റ്റ് മെമ്മറി എന്നുള്ള രീതിയിലായിരിക്കും അത് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ റിമോട്ടിൽ ഓഫാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പിന്നീട് ഓൺ ചെയ്യുകയും റിമോട്ടിൽ തന്നെ ഓൺ ചെയ്യുക. അല്ലാതെ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ ഓഫ് ആക്കിയാൽ അത് ഓൺ ആവത്തില്ല. ലാസ്റ്റ് മെമ്മറിയുടെ ഒരു കേസ് കൊണ്ടായിരിക്കണം അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഓഫാക്കി ഇതിൽ തന്നെ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മളല്ലാതെ ഇപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് പവർ ഓഫായി പോവും. വീണ്ടും നമ്മൾ ഓണാക്കുമ്പോൾ അത് വരും. പക്ഷേ നമ്മൾ റിമോട്ടിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓണാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റത്തേക്ക് ഇത് ഓണാവത്തില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഓണാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കേസാണത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നിങ്ങളുടെ ആംപ്ലിഫയറിൻ്റെ കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞിട്ട് വലിച്ച് പൊളിക്കരുത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഓണായി. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അത് 5 മിനിറ്റ് അല്ല, ജസ്റ്റ് ഒരു 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഓണായി. അപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയുന്ന കാര്യം. പിന്നെ ഇതിനകത്ത് എടുത്ത് റിമോട്ടിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓൺ ഓഫ് സ്വിച്ച് ഇവിടെയാണ്. ഇത് സബ് വൂഫറിൻ്റെ വോളിയം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ട്, ഇത് മ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് പാട്ട് മുന്നിലോട്ടും പിന്നിലോട്ടും മാറ്റുന്നതിന് വേണ്ടി വോളിയം മുന്നിലോട്ടും പിന്നിലോട്ടും, അതായത് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പൗസ് ആൻഡ് പ്ലേയും വരുന്നുണ്ട്. പിന്നെ ഷഫിൽ ഓപ്ഷൻ അതിനകത്ത് വരുന്നുണ്ട്. ഇക്വലൈസർ ഒരു 6 മോഡുണ്ട്. നമ്മളിത് അമക്കുന്ന സമയത്ത് 6 ഇക്വലൈസർ സെക്ഷനാണ് ഇതിനകത്ത് വരുന്നത്. ഇക്വലൈസേഷൻ എടുക്കുന്ന സമയത്ത് 5ഉം 6ഉമാണ് എനിക്ക് കുറച്ചും കൂടെ നല്ല ഒരു ഇതായിട്ട് തോന്നിയത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് റെക്കോർഡ് പ്ലേ വരുന്നുണ്ട്. കണ്ടില്ലേ? റെക്കോർഡ് നമ്മളൊരു പാട്ട് FM-ലൊക്കെ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്കത് പെൻഡ്രൈവിലോട്ട് റെക്കോർഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ബാസ് ട്രിബിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് സ്വിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് USB BT സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. FM സെലക്ട് ചെയ്യാൻ വരുന്നുണ്ട്. ഓക്സ് സെലക്ട് ചെയ്യാൻ സെപ്പറേറ്റ് സ്വിച്ച്, ARC ഒപ്റ്റിക്കൽ കോആക്സിൽ ഇത്രയും സെലക്ട് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് സ്വിച്ച് ചെയ്യാൻ അതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ റീസെറ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ, നമുക്ക് ഇതിനകത്ത് ബാസ് ട്രിബിളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് റീസെറ്റ് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് റീസെറ്റ് ബട്ടൺ അമക്കി കഴിഞ്ഞാൽ അത് സെറ്റാവും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ M എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് മൈക്കിൻ്റെ ഓപ്ഷൻസാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്.
കണ്ടില്ലേ എക്കോ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ള മൈക്കിൻ്റെ ഓപ്ഷൻസാണ്. ഡിലേയും എക്കോയൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വരുന്നത്. പിന്നെ മൈക്ക് വോളിയം സെപ്പറേറ്റ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ഈ പ്രൊഫഷണൽ PA ആംപ്ലിഫയറിലൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്കിത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാര്യം ഒരു പാട്ട് അല്ലെങ്കിൽ മറ്റൊരു കരോക്കെ വെച്ച് പാട്ട് പാടുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാട്ടിൻ്റെ വോളിയം കുറയ്ക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സ്വിച്ചാണ് ഈ മൈക്ക് വോളിയം സെപ്പറേറ്റ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ലൊരു കേസ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എക്കോയും ഡിലേ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇത്രയാണ് റിമോട്ടിൻ്റെ ഫങ്ഷൻ വരുന്നത്, ഇത്രയും തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹെഡ്ഫോൺ ഔട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓഡിയോ ഞാൻ കേട്ട് നോക്കി, അത് അത്ര വലിയ സുഖമുള്ള ഒരു ഓഡിയോ അല്ല അതിൽ നിന്ന് വരുന്നത്, ഹെഡ്ഫോണിൻ്റെ ഔട്ടിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് USB /DAC ഇത് USB DAC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞു. DAC കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. USB എന്ന് പറയുമ്പോൾ നമ്മൾ USB പെൻഡ്രൈവിൽ നമ്മൾ സാധാരണ പെൻഡ്രൈവിലോ അല്ലെങ്കിൽ മെമ്മറി കാർഡിലോ ഒക്കെ പാട്ട് ആക്കിയിട്ടത് ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ പ്ലഗ് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുന്ന രീതിയാണ്. ഇത് DAC ഔട്ട് ഇരിയുന്നുണ്ടോ എന്നുള്ളത് എനിക്കത് അറിയില്ല. ഞാൻ മാനുവലൊക്കെ വായിച്ച് നോക്കിയിട്ട് എനിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല. ഇതിനെക്കുറിച്ച് DAC-നെ കുറിച്ച് മാനുവലിനകത്തൊന്നും പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എനിക്കത് അറിയില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു സ്പെക്ട്രം അനലൈസർ നമുക്ക് കാണാൻ സാധിക്കും. അത് പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് എത്ര ക്ലിയർ ആണ് ആക്യുറേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. അത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ബാക്കിയൊക്കെ നല്ല പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് മാത്രമാണ് പറയാനായിട്ടുള്ളത്. പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊരു ഞാൻ പറഞ്ഞില്ലേ 8000 രൂപയ്ക്ക് താഴെയൊക്കെ വരുന്നത് പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന നല്ലൊരു ഓപ്ഷനാണ്. കൂടാതെ USB വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന MP3, WMA, FLAC ആൻഡ് APE ഇത്രയും ഫയൽസ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ വരുന്ന എല്ലാ ഓഡിയോക്സിൻ്റെ പ്ലെയറിലും ഈ പറയുന്ന ഫയലുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് പറയുന്നത് 32 GB കാർഡ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് കൂടുതൽ നോട്ട് ദാറ്റ് ദ മാക്സിമം USB കപ്പാസിറ്റി ഷുഡ് നോട്ട് എക്സീഡ് 32 GB എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ 16 GB, 8 GB, 32 GB വരെയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് റിപ്ലൈ ചെയ്യാം. അതിൽ കൂടിയുള്ള പെൻഡ്രൈവ് കൊടുത്ത സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതൊരു ചിലപ്പോൾ വലിയ കൂടിയ ഫയലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റക്കായി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ അതങ്ങനെ പറയുന്നത്. എന്ത് തന്നെയാലും നിങ്ങൾക്ക് ഇപ്പോൾ 32 GB പെൻഡ്രൈവിനകത്ത് അല്ലെങ്കിൽ 16 GB പെൻഡ്രൈവിനകത്തൊക്കെ പാട്ട് കയറ്റിയിട്ട് പാട്ട് കേൾക്കേണ്ട ഒരു ആവശ്യം തന്നെ ഉള്ളൂ സത്യം പറഞ്ഞാൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കമ്പോണൻസ് ഒക്കെ ഏത് രീതിയിലാണെന്നുള്ളത് നമുക്കിത് കാണാനായിട്ട് പറ്റുന്നില്ല. കാര്യം നമുക്ക് കവർ പൊളിക്കാൻ പറ്റത്തില്ല, ഇത് തുറന്നു നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിയതല്ല, നമുക്ക് SM ഇലക്ട്രോണിക്സിൽ നിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഓഡിയോ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഈ കൊടുക്കുന്ന പ്രൈസ് 10000 രൂപയ്ക്ക് താഴെയാണ്. ഇതിൻ്റെ കൃത്യം പ്രൈസ് അറിയണമെങ്കിൽ SM ഇലക്ട്രോണിക്സിനോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. 10000 രൂപയ്ക്കും ഒക്കെ താഴെയാണ് വരുന്നത്, 8000 രൂപയ്ക്കും താഴെയാണ് വരുന്നത് അതിൻ്റെ പ്രൈസ്. ഏകദേശം ഒരു ഉദ്ദേശ പ്രൈസാണ് ഞാൻ പറഞ്ഞത്. കാര്യം ഈ ഒരു പ്രോഡക്റ്റ് കേരളത്തിൻ്റെ പല സ്ഥലത്തും കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് ഡീലേഴ്സ് വിൽക്കുന്നുണ്ട്, പിന്നെ കടക്കാർ അവരിൽ നിന്ന് എടുത്ത് വിൽക്കുന്നുണ്ട്. അപ്പോൾ 400-500 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കറക്റ്റ് ഒരു വില പറയുന്നില്ല, കാര്യം അത് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ വിലയാണ് ഇതിനൊക്കെ വരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യമായിട്ട് എടുത്ത് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കൺട്രോൾ വരുന്നുണ്ട്. ഇതിനകത്ത് പ്രസ് സ്വിച്ച് വരുന്നില്ല. നമുക്ക് സെപ്പറേറ്റ് സ്വിച്ചുകൾ അവർ കൊടുത്തിട്ടുള്ളതാണ്. ഡീകോഡിങ് ഇത് എൻകോഡറിനകത്ത് സെപ്പറേറ്റ് സ്വിച്ചുകളൊന്നും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് വോളിയം കൺട്രോൾ കൂട്ടാനും കുറയ്ക്കാനും നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അത് മാത്രമാണ് അതിലൊരു ഫങ്ഷനായിട്ട് വരുന്നത്. ODX ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവരെൻ്റെ യൂസർ മാനുവൽ കറക്റ്റാണ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ ജസ്റ്റ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ അവർ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വന്നാൽ കേട്ടോ, ഫസ്റ്റ് തന്നെ ട്രബിൾ ഷൂട്ടിംഗ് ആണ് ഫസ്റ്റ് വരുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്നില്ല അത് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ഇതിനകത്ത് പറയുന്നുണ്ട്. ബാക്കി റിമോട്ടിൻ്റെ കാര്യങ്ങൾ, റിമോട്ടിൻ്റെ സ്വിച്ച്, റിമോട്ടിൻ്റെ ഫങ്ഷൻസ് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബാക്കിലത്തെ കണക്ടിവിറ്റീസ് എന്താണെന്നുള്ളതും ഫ്രണ്ടിലത്തെ സ്വിച്ച് കൺട്രോൾ എന്തൊക്കെയാണെന്നുള്ളതും റിമോട്ട് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യും. 6 മീറ്റർ ലെങ്തിലിരുന്നാൽ 30 ഡിഗ്രി ഇടത്തോട്ട് 30 ഡിഗ്രി
അല്ലെങ്കിൽ വലത്തോട്ടും തിരിഞ്ഞിരുന്ന അത് കറക്റ്റായിട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ ഈ ഒരു യൂസർ മാനുവൽ പറയുന്നുണ്ട്. മൈക്ക് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മാനുവലിനകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങുന്ന സമയത്ത് ഇത് നോക്കുക. എന്ത് തന്നെ ആയാലും ഒരു ആംപ്ലിഫയർ ചെയ്തെടുക്കുന്നതിൽ ലാഭം ഇത് തന്നെയാണ്. ലെഫ്റ്റ് 50, റൈറ്റ് 50, സബ് ഊഫറിന് 100 വാട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ സബ് ഊഫറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ബാസ് അല്പം കുറവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ബാസ് ഇല്ല എന്നുള്ളതല്ല, ബാസ് മീൻസ് ബേസ് റെസ്പോൺസ് അല്പം കുറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഓഡിയോ ക്വാളിറ്റി അടിപൊളിയാണ്. ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിൽ നിന്ന് വരുന്ന ഓഡിയോ ക്വാളിറ്റി അടിപൊളിയാണ്. അതിലും ബാസ് റെസ്പോൺസ് നല്ല രീതിയിൽ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സിന് കിട്ടുന്നുണ്ട്. പിന്നെ സബ് വൂഫർ എന്നുള്ളൊരു പ്രതീക്ഷ വച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 8 ഇഞ്ച് 10 ഇഞ്ചിൽ പക്ക വർക്കിംഗ് ആയിരിക്കും. 12 ഇഞ്ചിലോട്ട് പോകുന്ന സമയത്ത് ഒരല്പം ബാസ് ഒരല്പം കുറവാണ്. കാര്യം 100 വാട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അങ്ങനൊരു കുറവായിട്ട് എനിക്കത് ഫീൽ ചെയ്തത്. 100 വാട്ടിനകത്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 8 ഇഞ്ചോ 10 ഇഞ്ചോ പക്കയായിരിക്കും. ഓഡിയോ എക്സിൻ്റെ തന്നെ 8 ഇഞ്ച് 10 ഇഞ്ച് വരുന്നുണ്ട്. നിങ്ങൾക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ, റെഡിമെയ്ഡ് ആയിട്ടുള്ള ആഡിയോ ആംപ്ലിഫയർ ആണ്. HDMI ARC ഉള്ള സപ്പോർട്ട്, കണക്ടിവിറ്റി, എല്ലാ കണക്ടിവിറ്റി വരുന്നുണ്ട്. കോ ആക്സിൽ, ഒപ്റ്റിക്കൽ എല്ലാ കണക്ടിവിറ്റി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ 10,000, 8,000 ആ റേഞ്ചിനകത്ത്, അതിന് താഴെയൊക്കെ വരുന്നൊരു പ്രൈസിനകത്ത് ഇത് നല്ലത് തന്നെയാണ്. ഒരു നഷ്ടവും നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നില്ല. കാര്യം ഇതുപോലത്തെ ഒരു ആംപ്ലിഫയർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 10 രൂപ നമ്മളതിന് ചിലവാകും. 10 രൂപയ്ക്ക് മുകളിൽ ചിലവാകുമെങ്കിൽ ആവുന്നു എന്നുണ്ടെങ്കിലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 50+50 ആയതുകൊണ്ട് TPA 3116 ചിപ്പ് തന്നെ ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആമ്പിൻ്റെ ചിപ്പ് തന്നെ ആയിരിക്കും. ആ ക്ലാസ് D ആമ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോറി, ക്ലാസ് D ആണ്, ഞാൻ അത് എടുത്ത് പറയാൻ മറന്നു. ഇത് ക്ലാസ് D ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ. തുറന്ന് കാണിക്കാനായിട്ട് നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തുറന്ന് കാണിച്ച് തരുമായിരുന്നു. അപ്പോൾ ഏകദേശ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ഒരു കാര്യം, കരോക്കെ പാടുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും നല്ലൊരു ഓപ്ഷനാണ്. നല്ല ഗെയിൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഓഡിയോ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു ഗെയിൻ നമുക്ക് ഇതിൽ എടുക്കുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ഒരു പാട്ട് ഇട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്. ഓക്കെ, നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ ഞാനിപ്പോൾ അത് ഇക്വലൈസർ 6-ലാണ് വെച്ചിട്ടുള്ളത്. ക്രിസ്പി ആയിട്ടുള്ള ഒരു ട്രിബിളാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ട്യൂട്ടർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫുൾ റേഞ്ച് ഊഫറാണ്. അപ്പോൾ അതിനകത്ത് ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു മിഡ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മിഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ബാസ് ആവശ്യത്തിന് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഒരു പാട്ട്, ഒരു സ്റ്റീരിയോ പാട്ട് ആസ്വദിക്കുമ്പോൾ മിഡിൻ്റെ ആ ഒരു ഇതാണ് നമുക്ക് കൂടുതൽ കിട്ടാനുള്ളത്. അപ്പോൾ അത് ഇതിൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഇക്വലൈസർ 6 എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് അത് കറക്റ്റായിട്ട് അത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കണം. ഒരു ട്യൂൺ, ആ ട്യൂൺ വന്ന സമയത്ത്, ആ ഒരു ഗിത്താറിൻ്റെ ആ ഒരു ട്യൂൺ വന്ന സമയത്ത് നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടിക്കാണും. സോറി, ഗിത്താർ അത് വീണയാണ്. ആ വീണയുടെ ആ ഒരു സൗണ്ട് വന്നപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടത് കിട്ടിക്കാണും. ഓക്കെ, അപ്പോൾ നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്. നമ്മൾ നല്ലത് എന്ന് പറഞ്ഞാൽ നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയണമല്ലോ. അപ്പോൾ ആ ഒരു ഓഡിയോ ക്വാളിറ്റി അടിപൊളിയാണ്. നിങ്ങൾക്ക് ആ പാട്ട് കേട്ടപ്പോൾ നല്ലത് മനസ്സിലായി കാണും. അപ്പോൾ പറയാനുള്ള ഏകദേശ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാണ്. ഇനി പറഞ്ഞാൽ വീഡിയോ വളരെ ലെങ്തി ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് പ്രോഡക്റ്റ് എങ്ങനെയാണോ, ഒരു കുറച്ചും കൂടെ ഒരു ഹൈ എൻഡിൽ വരുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു സെയിം ബിൽഡ് ക്വാളിറ്റി അതേ ഒരു ലുക്കിലൊക്കെ അവർ ഇത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യമാണ്, നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ SM ഇലക്ട്രോണിക്സിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി, പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണണമെങ്കിൽ SM ഇലക്ട്രോണിക്സിൽ പോവുക. പിന്നെ സ്റ്റീരിയോ ലെഫ്റ്റ് റൈറ്റ് പാട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനായിട്ടൊന്നുമില്ല. നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.